ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലെറ്റസ് ലേൺ. LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കേരള വിദ്യാലയ ഭരണ സംവിധാനം എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടുള്ള ഭാഗം 3 ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കേരളത്തിലെ ഒരു വിദ്യാലയത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി അഥവാ SMC, അധ്യാപക രക്ഷാകർതൃ സംഘടന PTA തുടങ്ങിയവയുടെ ഘടനയും പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ പറയാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. 2009 വിദ്യാഭ്യാസ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിൽ പ്രവർത്തനം ആരംഭിച്ച സമിതികളാണ് SMC എന്ന് പറയുന്നത്, അതായത് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി. 750 കുറവ് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് കൺവീനർ, ജോയിൻറ്റ് കൺവീനർ ഒഴികെ 16 പേർ SMC എന്നുള്ള കമ്മിറ്റിയിൽ 16 പേർ ഉണ്ടായിരിക്കണം. 50 കുട്ടികളിൽ കൂടുതലുള്ള സ്കൂളുകളിലാണെങ്കിൽ കൺവീനർ, ജോയിൻറ്റ് കൺവീനർ ഒഴികെ 20 പേരാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇനി SMCയിലെ മൊത്തം അംഗങ്ങളിൽ നിന്ന് മാതാപിതാക്കൾ, രക്ഷാകർത്താക്കൾ എന്നിവയിൽ നിന്ന് 75% അംഗങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു SMC കമ്മിറ്റിയിൽ കുട്ടികളുടെ രക്ഷാകർത്താക്കളോ മാതാപിതാക്കളോ ഒക്കെ ആയിട്ട് 75% ആൾക്കാർ രക്ഷാകർത്താക്കൾ തന്നെയായിരിക്കണം അംഗമായിരിക്കേണ്ടത്. SC/ST വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ, ദുർബല പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കൾ എന്നിവർ നിർബന്ധമായും കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കണം. ബാക്കി വരുന്ന 25% അംഗങ്ങളിൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർ, സ്കൂളിലെ അധ്യാപകരുടെ ഒരു പ്രതിനിധി, രക്ഷാകർത്താക്കൾ തീരുമാനിക്കുന്ന സ്ഥലത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, സ്കൂൾ ലീഡർ തുടങ്ങിയവർ ബാക്കി 25% ആളുകളിൽ ഉൾപ്പെടണം. ഇനി SMCയിലെ ആകെ മെമ്പർമാരിൽ 50% വനിതകളായിരിക്കണം എന്നതും നിർബന്ധമുള്ള കാര്യമാണ്. ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ, അതുപോലെ വൈസ് ചെയർമാനോ വൈസ് ചെയർപേഴ്സണോ ഒക്കെ രക്ഷാകർത്താക്കളുടെ തന്നെ പ്രതിനിധി ആയിരിക്കണം. ഹയർ സെക്കൻഡറി സ്കൂൾ ആണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ കൺവീനറും അതുപോലെ ഹെഡ് മാസ്റ്റർ ജോയിൻറ്റ് കൺവീനറും ആയിരിക്കും. 2 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ടും ഈ യോഗങ്ങളെല്ലാം ചേർന്നിരിക്കണം. അപ്പോൾ PTA, SMC തുടങ്ങിയ സംഘടനയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഘടന, അതിലെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് തുടങ്ങിയവ ഇത്രയും കാര്യങ്ങളാണ്. ഈ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണെന്നാണ് പറയാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്.